ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. അതിപ്രകാരമാണ് ഞാൻ വായിക്കുന്നു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. കാലസമ്പൂർണതയിലെ വ്യവസ്ഥ എന്താണ് ആ വ്യവസ്ഥ? എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. എല്ലാം എന്ന് വെച്ചാൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അപ്പോൾ പിന്നെയും എന്ന് പറയുമ്പോൾ ഒരിക്കൽ ക്രിസ്തുവിൽ ഒന്നായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും അത് ചേർക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്വർഗത്തെയും ഭൂമിയെയും കർത്താവിനോട് ചേർക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വന്തമാക്കി തീർക്കുക. അങ്ങനെ പറയാൻ കാരണം എന്താണ്? കാരണം സ്വർഗവും ദുഷിക്കപ്പെട്ടു, ഭൂമിയും അതുപോലെ തന്നെ റിബല്യസായി. അതായത് സ്വർഗത്തിൽ ദൂതന്മാർ റിബല്യസായതുകൊണ്ട്, മത്സരിച്ചതുകൊണ്ട് അവിടം അശുദ്ധമാക്കപ്പെട്ടു. ഭൂമിയാണെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ ഭൂമിയും അശുദ്ധമാക്കപ്പെട്ടു. അപ്പോൾ ഈ സ്വർഗത്തെയും ഭൂമിയെയും ഒരുപോലെ ക്രിസ്തുവിൽ ഒന്നാക്കി ചേർക്കുക എന്നുള്ളതാണ് കാലസമ്പൂർണതയിലെ വ്യവസ്ഥ, അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം. ഡിസ്പെൻസേഷൻ അതായത് ആ ഒരു വ്യവസ്ഥ ഫുൾനെസ് ഓഫ് ടൈമിൽ, അതായത് കാലസമ്പൂർണതയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയാൻ കാരണം? കർത്താവിൻ്റെ പല മറഞ്ഞിരുന്ന മർമ്മങ്ങളും രഹസ്യങ്ങളും വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് വെളിപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ പ്രത്യേകമായി ഏൽപ്പിച്ചിരുന്ന ഒരു ദൗത്യമാണിത്. അതായത് ക്രിസ്തുവിനോട് കൂടെ സഭയെ നിരപ്പാക്കുക എന്നുള്ളത്. അപ്പോൾ എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞാൽ തന്നെ സഭയെ, അതായത് എഫേസോസിലെ സഭയെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, അത് എല്ലാ സഭകളെയും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭ. അതേത് ഡിനോമിനേഷൻ എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ സഭയാകുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് കർത്താവിന് നേരത്തെ തന്നെ, ലോകാരംഭത്തിന് മുൻപ് തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്ന് നാം വചനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അതായത് ഈ എഴുതിയിരിക്കുന്നത് എഫേസോസിലെ സഭയ്ക്കുള്ളതാണ്, എങ്കിലും എല്ലാ സഭകൾക്കും ഇത് ഉള്ളതാണ്, അല്ലെങ്കിൽ ബാധകമാണ്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ തനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി പൗലോസ് പണിത ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ സഭകളിൽ, ചില സഭകളിലൊക്കെ ഇത് തന്നെ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു ഉപദേശത്തിൽ നിന്നും മാറിപ്പോയാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഗലാത്യ ലേഖനത്തിലും എന്നുള്ള ഒരു ഉദ്ധരണിയാണത്. അപ്പം ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ, കൃപയാലെ വിശ്വാസത്താൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിലും അവൻ്റെ പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഏതു വ്യക്തിയും ശരീരമാകുന്ന സഭയുടെ അംഗമാണ്. ഈ സഭ ദൈവത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണെന്ന് നാം വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നു. അതായത് 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ
ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ക്രൂശിലൂടെയുള്ള രക്ഷ, ആ രക്ഷാ പദ്ധതി ലോകാരംഭം മുതൽ തന്നെ ദൈവത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരുന്ന ഒരു മർമ്മമാണെന്ന് നമ്മൾ വചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നു. അതാണ് റെവലേഷൻ 13:8 പറയുന്നത്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിലൂടെ ഉള്ള രക്ഷ കർത്താവ്, അതായത് ആ ഒരു എക്സ്പ്രഷൻ, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് കർത്താവിൻ്റെ കാൽവറി ക്രൂശിൻ്റെ പ്രതീകമായിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് വെളിപ്പെടുത്തിയത് പൗലോസ് അപ്പോസ്തലനിൽ കൂടെയാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നാം വായിക്കുന്നു. കർത്താവ് സൃഷ്ടിച്ചപ്പോൾ അത് മനോഹരമായി തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പിശാച് സ്വർഗത്തിൽ മത്സരിച്ചു. അവൻ്റെ സ്ഥാനത്ത് നിന്നും ദൈവം തള്ളിക്കളഞ്ഞു. സ്ഥാനമെന്ന് വെച്ചാൽ അവൻ ആരാധിക്കുന്ന കൂട്ടമായിരുന്നു ലൂസിഫറും തൻ്റെ കൂടെയുള്ള ദൂതന്മാരും. ആ സ്ഥാനത്ത് നിന്നും അവനെ മാറ്റിക്കളഞ്ഞു. അതുപോലെ തന്നെ അവൻ ഭൂമിയിൽ വന്ന് മനുഷ്യരെയും തെറ്റിച്ചു. അപ്പം കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതിനൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നെന്ന് നാം അപ്പോൾ മനസ്സിലാക്കാം. അതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. അപ്പോൾ ഭൂമിയെ ദൂഷിപ്പിക്കുകയും ശാപവും കയ്പും ഉള്ളതാക്കി തീർക്കുകയും ചെയ്തത് മനുഷ്യൻ്റെ മത്സരമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അനുസരണക്കേടാണ്. കൊരിന്ത്യർ ലേഖനം 2:7 ഇങ്ങനെ വായിക്കുന്നു: ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അതായത് പണ്ട് തന്നെ ദൈവം നിശ്ചയിച്ചിരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തേജസ്സിനായിട്ടാണ് മുൻനിയമിച്ചിരുന്നത്. അത് നമുക്ക് മറഞ്ഞിരുന്നു. ആ ജ്ഞാനമാണ് കർത്താവ് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ എഫേസ്യ ലേഖനം 1:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, നാം തൻ്റെ സന്നിധിയിൽ വിശ്വസ്തരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. കുറേ ലെങ്തിയായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് അത് നമ്മൾ ഓരോരോ ഭാഗമായിട്ട് വായിച്ചാൽ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗവും നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു നമ്മെ തിരഞ്ഞെടുക്കുന്നത്? അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്? തൻ്റെ സന്നിധിയിൽ നമ്മെ നിഷ്കളങ്കരായി നിർത്തണം, വിശുദ്ധരായി നിർത്തണം. മനുഷ്യനെ കൊണ്ട് തന്നെ അത് സാധ്യമല്ല. അപ്പം കർത്താവിൻ്റെ ക്രൂശിലൂടെ ആ യാഗത്തിലുള്ള വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ട് നമ്മൾ വിശുദ്ധരായി തീരുകയാണ്. അപ്പം അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം, അതാണ് അതിൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിൽ കൂടെ ആ രക്ഷ. പിന്നെ എന്താണ്? നമ്മെ ദത്തെടുക്കേണ്ടതിന്. നമ്മെ ദത്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിൻ്റെ ഭവനക്കാരല്ലായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഭവനക്കാരല്ലാത്തവരെ കർത്താവ് ദത്തെടുക്കുകയാണ്. അപ്പം ദത്ത് മക്കൾക്കും സ്വന്തം മക്കളെ പോലെ തന്നെ അധികാരമുണ്ട്. ലീഗലായിട്ട് എല്ലാ അവകാശവും നമുക്കുമുണ്ട്. അപ്പോൾ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ പുകഴ്ചയ്ക്കായി
സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിച്ചു. അപ്പം ഈ മുൻ നിയമനം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കർത്താവിന് എല്ലാം ഭാവിയിലും ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുമെന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. 2 തിമോഥെയോസ് 1:9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്: അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. അപ്പോൾ അതായത് ഇത് കൃപായുഗത്തിലെ കാര്യമാണ് ഈ എഴുതിയേക്കുന്നത്. അതായത് നമ്മുടെ പ്രവർത്തികൾ കൊണ്ടൊന്നും നമുക്ക് വിടുവിക്കപ്പെടാൻ സാധ്യമല്ല, രക്ഷിക്കപ്പെടാൻ സാധ്യമല്ല. പിന്നെ എന്താണ്? സകല കാലത്തിന് മുൻപേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ. വലിയ സെൻറ്റൻസാണ് അത്. 2-3 വാക്യങ്ങളായിട്ടാണെങ്കിലും അതിൻ്റെ ആ കണ്ടിന്യൂവേഷൻ നമ്മൾ നിർത്തി അത് ഓരോ ഭാഗവും മനസ്സിലാക്കാൻ ശ്രമിക്കണം. സകല കാലത്തിന് മുൻപേ ഇത് കർത്താവ് സ്വന്തം ഹൃദയത്തിൽ നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ മരണം നീക്കി. എങ്ങനെ മരണം നീക്കി? തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കിക്കളഞ്ഞു. അപ്പോൾ മരണമെന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിൻ്റെ ഫലമായിട്ടാണ് മരണമുണ്ടാകുന്നത്. ആ മരണത്തെ നീക്കിക്കളഞ്ഞു ക്രിസ്തുവിൻ്റെ മരണത്താൽ. അതായത് കർത്താവിൻ്റെ മരണത്താൽ, കാൽവറി യാഗത്താൽ ആ മരണത്തെ നീക്കിക്കളഞ്ഞു. ഇനി അതിൻ്റെ സുവിശേഷം കൊണ്ട് നാം രക്ഷിക്കപ്പെടണം. ആ സുവിശേഷത്താൽ, ആ വചനത്താൽ നാം രക്ഷിക്കപ്പെടണം. അത് തന്നെ കൊണ്ട് സുവിശേഷം കൊണ്ട് നമുക്ക് ജീവൻ ലഭിക്കുന്നു, അക്ഷയതയും ലഭിക്കുന്നു. അക്ഷയത എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റി. ദാറ്റ് മീൻസ് വി ആർ ഡെസ്റ്റൈൻഡ് ഫോർ ഇമ്മോർട്ടാലിറ്റി, ഇറ്റേണിറ്റി. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും, ഇതെല്ലാം കർത്താവിൻ്റെ കൃപയാലാണ്. നമ്മുടെ ഒന്നും ഒരു ഗുണമല്ല, നമ്മുടെ പ്രവർത്തികൾ കൊണ്ടുമല്ല നാം രക്ഷിക്കപ്പെട്ടത്. പിന്നെയോ കർത്താവിൻ്റെ കൃപയാണ്. അതും കൃപയാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, വിശ്വാസവും കൃപയാൽ ലഭിച്ചു എന്നാണ് നാം വായിക്കുന്നത്. സ്തോത്രം. തീത്തോസിന് എഴുതിയ ലേഖനം 1:2 വാക്യം: ഭോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിന് മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശ. അതായത് സകലകാലത്തിന് മുൻപേ വാഗ്ദത്തം ചെയ്തതാണ് ഈ പ്രത്യാശ. ഈ പ്രത്യാശ ഹേതുവായിട്ടാണ് നാം ഇന്ന് സുവിശേഷം കേൾക്കുന്നതും സുവിശേഷത്താൽ ജനം വിടുവിക്കപ്പെടുന്നതും. അപ്പോൾ ഈ മർമ്മം, അതായത് രഹസ്യം എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പല തവണ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. റോമാലേഖനം 16-ാം അധ്യായത്തിലും ഈ മർമ്മം അല്ലെങ്കിൽ ഈ രഹസ്യം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പ്രവാചകന്മാരുടെ, അതായത് 16:25 വാക്യം: പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാട്, അതിനനുസരണമായുള്ള എൻ്റെ സുവിശേഷം. അതായത് കർത്താവ് മുൻ നിശ്ചയിച്ചിരുന്ന കാര്യമാണ്. അതിനനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ സുവിശേഷം പറയുന്നത്. ഈ സുവിശേഷം പണ്ട് ഒരു മർമ്മമായിരുന്നു, ഒരു രഹസ്യമായിരുന്നു. അപ്പോൾ ഇതിന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവം. അപ്പോൾ ഈ വിശ്വാസം കേട്ടാൽ നാം രക്ഷിക്കപ്പെടും, ഈ പ്രസംഗം കേട്ടാൽ നാം രക്ഷിക്കപ്പെടും എന്ന് ആർക്കറിയാമായിരുന്നു? ഏകജ്ഞാനിയായ കർത്താവിന്, യേശുക്രിസ്തുവിന് ഇത് അറിയാമായിരുന്നു. ഏകജ്ഞാനി എന്ന് വെച്ചാൽ മറ്റാർക്കും ആ ജ്ഞാനം ലഭിച്ചിട്ടില്ല. ഇതൊരു മർമ്മമായിട്ട് കർത്താവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്. യേശുക്രിസ്തുവിന് മുഖാന്തരം എന്നേക്കും മഹത്വം, അതായത് ഈ ജ്ഞാനം തന്നിൽ തന്നെ സൂക്ഷിച്ചു. അതാണ് നമ്മൾ മുൻപേ വായിച്ചത്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-8 വായിച്ചത്. ഈ രഹസ്യം ലോകത്തിൻ്റെ പ്രഭു അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ കർത്താവിൻ്റെ ക്രൂശിനെ തടയുമായിരുന്നു, കർത്താവിൻ്റെ ക്രൂശിന് വിഘ്നം വരുത്തുമായിരുന്നു ഏതെങ്കിലുമൊക്കെ വിധത്തിൽ. അപ്പോൾ കർത്താവ് അത് അറിയിക്കാതെ സൂക്ഷിച്ചത് എന്തുകൊണ്ടാണ്? താൻ
തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി, അതായത് സൃഷ്ടി എന്ന് വെച്ചാൽ മനുഷ്യന് വേണ്ടി യാഗമായി തീർന്നാൽ മാത്രമേ നീതിമാനായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് നീതി ലഭിക്കുകയുള്ളൂ. കാരണം പാപത്തിൻ്റെ ശിക്ഷ മരണമാണ്. അപ്പോൾ ആ മരണം തന്നില്ല, വെറുതെ അങ്ങ് വിടുകയാണെങ്കിൽ അവിടെ ആ നീതി നിവർത്തിക്കുന്നില്ല. അപ്പം നീതി നിവർത്തിക്കാൻ വേണ്ടിയാണ് കർത്താവ് എന്ത് ചെയ്തത്? തന്നെ യാഗമായിട്ട് തന്നത്. അതായത് നമ്മുടെ ശിക്ഷ, നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. അപ്പോൾ അത് ദൈവത്തിൻ്റെ നീതി അവിടെ നിവർത്തിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഇനി റോമാലേഖനം 8:29-30 വായിച്ചാൽ അത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, അതെന്ന് വെച്ചാൽ ഇപ്പം നാം വിടുവിക്കപ്പെടുന്നു. പിതാവ് ആഗ്രഹിക്കുന്നു തൻ്റെ പുത്രനിൽ കൂടെ മനുഷ്യൻ വിടുവിക്കപ്പെടണമെന്ന്. അപ്പം തൻ്റെ പുത്രൻ്റെ സഹോദരന്മാരായിട്ടാണ് മറ്റു മക്കൾ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ. എങ്ങനെ ആദ്യജാതനായി? ഉയർത്തെഴുന്നേറ്റത്. താൻ കർത്താവ് യേശു കർത്താവിനെ കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പം ഉയർപ്പിൽ എന്താണ്? ആദ്യജാതനായ ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അതിലുള്ള വിശ്വാസത്താൽ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ആരാണ് അവൻ്റെ സ്വരൂപത്തോടെന്ന് വെച്ചാൽ? ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പോലെ ഉള്ള ശരീരം നാമും പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ അവൻ വിളിച്ചു. മുൻ നിയമിച്ചവരെ നേരത്തെ തന്നെ കർത്താവ് കണ്ടിരുന്നു, ഇന്നവരൊക്കെ കർത്താവിൽ വിശ്വസിക്കുമെന്നുള്ളത്. അപ്പോൾ ആ മുൻ നിയമിച്ചവരെ കർത്താവ് വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചു. വിളിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വിളിച്ചപ്പോൾ അവർ കർത്താവിൽ വിശ്വസിച്ചു. വിശ്വാസത്താൽ നീതി ലഭിച്ചു. എങ്ങനെ? അബ്രഹാമിന് നീതി ലഭിച്ചത് എങ്ങനെ? വിശ്വാസത്താലാണ് ലഭിച്ചത്. അങ്ങനെ അബ്രഹാമിന് ലഭിച്ച നീതി പോലെ തന്നെ വിശ്വസിക്കുന്ന ഏവരും നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പാപം കർത്താവ് മായ്ച്ചു കളയുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടി നമുക്ക്. അപ്പം മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. എപ്പോഴാണ് തേജസ്കരണം നടക്കുന്നത്? തേജസ്കരണം ഇപ്പോഴല്ല, നമ്മുടെ ഈ ജീവിതത്തിൽ ഇപ്പോഴല്ല നമുക്ക് തേജസ്കരണം ലഭിക്കുന്നത്. ഇപ്പോൾ നാം ജീവിച്ചിരിക്കുന്ന നാം നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ തേജസ്കരണത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ ജീവിതം. അതായത് എപ്പോഴാണ് തേജസ്കരിക്കപ്പെടുന്നത്? റാപ്ചറിൻ്റെ ആ സമയത്തെ നമ്മൾ തേജസ്കരിക്കപ്പെടുകയുള്ളൂ. പുതിയ ശരീരം നമുക്ക് ലഭിക്കുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അവർ കല്ലറകളിൽ നിന്ന് ഉയർക്കുന്ന അവർക്കും പുതിയ ശരീരം ലഭിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മളും രൂപാന്തരപ്പെടുമെന്നാണ് വചനം പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവ് വരും, നാം കാത്തിരിക്കുകയായപ്പോഴും. എന്തുകൊണ്ടാണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവ് വരണം നമ്മെ ചേർത്ത് കൊള്ളാൻ. എവിടേക്ക് ചേർത്ത് കൊള്ളാൻ? സ്വർഗത്തിലേക്ക് ചേർത്ത് കൊള്ളുവാനായിട്ട് കർത്താവ് വരാനായിട്ട് ഇപ്പം നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ അവൻ എന്താണ് പിന്നെ ചെയ്യാൻ പോകുന്നത്? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, തൻ്റെ വല്ലഭത്വം കൊണ്ട്, തൻ്റെ മഹിമ കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, എന്തുകൊണ്ടാണ് താഴ്ചയുള്ള ശരീരം എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദ എർത്ത്. അപ്പോഴേ നമ്മുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും. ഈ മർത്യമായത് അമർത്യമായതിനെ സ്വീകരിക്കും. അതായത് മർത്യമായത് അതിനെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് റാപ്ചറിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പിന്നെ നാം റാപ്ചറിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നമ്മൾ നിൽക്കേണ്ടി വരും. ന്യായാസനം എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്.
അതാ മറ്റേ ന്യായവിധിയല്ല, ഇത് നമുക്ക് വേണ്ടിയുള്ള ന്യായവിധി ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലേക്ക് നാം ചെല്ലുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:8-13-14 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഓടുന്നവനും നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തന് താൻ്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. നാം ഇവിടെ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമുക്ക് കൂലി കിട്ടും. പക്ഷേ നമ്മുടെ പ്രവൃത്തിയാലല്ല നാം രക്ഷിക്കപ്പെടുന്നതെന്ന് നാം അപ്പോഴും ഓർക്കണം. പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ ക്രിസ്തുവിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുകയില്ല. നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാണെന്ന് യെശയ്യാപ്രവചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രവൃത്തിയാലല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ നാം ക്രിസ്തുവിലായി കഴിഞ്ഞുള്ള നമ്മുടെ പ്രവൃത്തികൾക്ക് നമുക്ക് പ്രതിഫലം ലഭിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. അതാണ് തീയോടെ വെളിപ്പെട്ട് വരാൻ എന്താണ്? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ലൗകികമായതെല്ലാത്തിനെയും, അല്ലാതെ ലൗകികമായ ചില ഉദ്ദേശത്തോടു കൂടെ ചെയ്ത നല്ല പ്രവൃത്തികളുണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോകും. അതൊക്കെ തീയിൽ വെന്തു പോകും. അതായത് കർത്താവ് അതിൻ്റെ ഉദ്ദേശം കാണുന്ന നേരത്ത് അതിന് പ്രതിഫലം കിട്ടുകയില്ല. എന്നാൽ കർത്താവിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ടാണോ നാം എന്തെങ്കിലും ചെയ്തത്, അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. അല്ലാതെ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ പേരിനോ പ്രശസ്തിക്കോ അല്ലെ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടാണ് നാം ആ നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തീയിൽ വെന്തുപോകും. പിന്നെ എന്താണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്? ആത്മാർത്ഥതയോടെ ദൈവസ്നേഹത്താൽ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അതായത് നാം നന്മ പ്രവൃത്തികൾ ചെയ്തത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്താലാണോ എങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ സ്വാർത്ഥ ലാഭത്തിനും ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അതിന് പ്രതിഫലം കിട്ടുകയില്ല എന്ന് ക്ലിയറായിട്ട് എഴുതി വെച്ചേക്കുക ഇവിടെ. ഇപ്പോൾ റോമാലേഖനം 14:10 എന്താ പറയുന്നത്? എന്നാൽ നീ സഹോദരനെ എന്തിനാ നീ വിധിക്കുന്നത്? അല്ല, നീ സഹോദരനെ എന്തിനാ ധിക്കരിക്കുന്നത്? നാം എല്ലാവരും, ആരും ഇതിൽ നിന്ന് എക്സംഷൻ ആർക്കുമില്ല. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനോ മറ്റുള്ളവരെ ധിക്കരിക്കാനോ പോകണ്ട. നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തോ, പക്ഷെ ആരെയും വിധിക്കാൻ പോകണ്ട, ആരെയും വിധിക്കേണ്ട. കാരണം ദൈവമാണ് ന്യായാധിപതി. നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. 2 കൊരിന്ത്യർ 5:10 പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാണ്. അപ്പോൾ സെൽഫിഷായിട്ടോ സ്വാർത്ഥതയിലോ നാം ചെയ്തതൊക്കെ അങ്ങ് വെന്തുപോകും. അപ്പോൾ നാം ചെയ്ത നന്മപ്രവർത്തികൾ എന്താ? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ അതിന് തീർച്ചയായിട്ടും പ്രതിഫലം കിട്ടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ റാപ്ചറിൽ എടുക്കപ്പെടുകയും നാം സ്വർഗത്തിലെത്തുകയും ചെയ്യുകയാണ്. അവിടെ നമ്മൾക്ക് വിശുദ്ധീകരണം ലഭിക്കുന്നു. അപ്പോൾ വിശുദ്ധീകരണം എന്ന് വെച്ചാൽ നമ്മുടെ നന്മ പ്രവർത്തികൾ ക്രിസ്തുവിലൂടെ ചെയ്തതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. അപ്പോൾ നമ്മെ സ്വർഗത്തിൽ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട് സ്വർഗത്തിൽ. അതെന്താണെന്ന് വെളിപ്പാട് പുസ്തകം 12:7, 8, 9 ഇങ്ങനെ വായിക്കുന്നു. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി. അപ്പോൾ അവൻ എവിടാ? സ്വർഗത്തിൽ അവിടെ ഒക്കെ ഉണ്ട് അവന്. അവിടെ എന്താ നടക്കുന്നത്? അവിടെ ഒരു യുദ്ധം നടക്കുകയാണ്. മഹാസർപ്പത്തോട് ആരാണ് പടവെട്ടുന്നത്? മീഖായേലും വീണ ദൂതന്മാരും, അതായത് ലൂസിഫറും കൂട്ടരും അവരോട് യുദ്ധം ചെയ്യുകയാണ്. അപ്പോഴേ ഇവന് ജയിക്കാനോ ഇതെന്താണ് മഹാസർപ്പം എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഭൂമിയിൽ മത്സരം ഉണ്ടാക്കിയത് ഈ മഹാസർപ്പമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ തെറ്റിച്ചത്, വഞ്ചിച്ചത് ഈ മഹാസർപ്പമാണ്.
അപ്പോൾ ആ മഹാസർപ്പത്തോട് പടവെട്ടി അവന് ജയിക്കാനൊക്കുകയില്ല. കാരണം നന്മ മാത്രമേ ജയിക്കുകയുള്ളൂ. മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അപ്പോൾ സ്വർഗത്തിൽ അവൻ്റെ സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഇയ്യോബിൻ്റെ ഇത് വായിക്കുമ്പോഴേ നമുക്കറിയാം ഇവൻ അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 6:12 തോന്നുന്നു, 12 എഴുതിയേക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ഈ ലോകത്തിൻ്റെ സ്ഥാനാപതികളോടും പിന്നെ സ്വർഗത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പം സ്വർഗത്തിൽ ഈ ദുഷ്ടാത്മസേനയുണ്ട്. അപ്പോഴവനെ ഈ മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞെന്ന് പാസ്റ്റ് ടെൻസിൽ ഇവിടെ എഴുതിയിരിക്കുന്നെങ്കിലും ഭാവിയിൽ സംഭവിക്കാനുള്ളതാണിത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണത്. അപ്പോൾ ഈ സമയമാണ് അവൻ ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ മഹാകഷ്ടമുണ്ടാകുകയാണ്, അതായത് മഹോപദ്രവമുണ്ടാകുകയാണ്. അപ്പോൾ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളതാരാണ്? കർത്താവിൽ വിശ്വസിക്കാത്തവരുണ്ട്, പിന്നെ യഹൂദന്മാരുണ്ട്. യഹൂദ ജനം, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനമുണ്ട്. അതാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ കിങ്ഡത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനമാണ്. പക്ഷേ തെറ്റുപറ്റിപ്പോയി. കാരണം കർത്താവ് വന്നപ്പോൾ തങ്ങളുടെ രാജാവിനെ അവർ തിരിച്ചറിഞ്ഞില്ല, മശിഹായെ അവർ തിരിച്ചറിഞ്ഞില്ല, ക്രിസ്തുവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ആര് പിന്നെ തിരിച്ചറിഞ്ഞു? ജാതികൾ തിരിച്ചറിഞ്ഞു, അവനിൽ വിശ്വസിച്ചു. പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ അവർ വിടുവിക്കപ്പെട്ടു. ജാതികൾ വിടുവിക്കപ്പെട്ടു. അവരിപ്പം ബോഡി ഓഫ് ക്രൈസ്റ്റായിട്ട് എടുക്കപ്പെടുകയും ചെയ്തു സ്വർഗത്തിൽ. അപ്പോൾ സ്വർഗത്തിലാണ് അവരിപ്പോൾ. അതായത് നാം ഇപ്പോൾ സ്വർഗത്തിലാണ് ഈ പറയുന്ന ആ സംഭവത്തിൽ. പിന്നീട് ഇവർക്ക് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ എന്താണ് അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തി. അപ്പം നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ 1 കൊരിന്ത്യർ 6:3 പറയുന്നു, നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ നിങ്ങൾ വിധിക്കാനായിട്ട് നിങ്ങൾക്ക് വയ്യായെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ദൂതന്മാരെ വിധിക്കുന്നതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ അവരോട് ചോദിക്കുന്നത്. പിന്നെ അപ്പം നമ്മൾ ദൂതന്മാരെ വിധിക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക് നമ്മെ ആക്കുകയാണ് കർത്താവ്. അപ്പം പിന്നീട് ഒരു വചനമുണ്ട് ഇവിടെ, റോമാലേഖനം 8:17, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. അതായത് കർത്താവിൽ വിശ്വസിച്ച് അവനെ സ്നേഹിച്ച് അവനെ ആത്മാവ് നമ്മളിൽ വന്ന് ആ ആത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സിൽ അനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നാം ക്രിസ്തുവിന് കൂട്ടവകാശികളായി തീരുകയാണ്. അപ്പോൾ വി ആർ സീറ്റഡ് ഇൻ ഹെവൻ. അതായത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 6-7 എന്താണ് വായിക്കുന്നത്? ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇത് നമ്മെക്കുറിച്ചാണ് പറയുന്നത്. നമ്മെ സ്വർഗത്തിൽ, ഇതെപ്പോഴാണ്? റാപ്ചറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മെ സ്വർഗത്തിലിരുന്ന്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നാം സ്വർഗത്തിലിരിക്കുന്നു എന്നും പറയാം. കാരണം കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ആ സമയം നാം എപ്പോഴും ഐഹിക കാര്യങ്ങളിലല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആ ഒരു കാര്യം കൂടുതൽ അറിയുവാനും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും ഉത്സാഹിക്കുന്നു. എന്നുവെച്ചാൽ നമ്മളങ്ങ് വിശുദ്ധന്മാരായി തീർന്നു എന്ന്
ഒരു പാപവും നമ്മളില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പാപം ചെയ്തു പോയാൽ തന്നെയും കർത്താവിൻ്റെ ക്രൂശിലേക്ക് നാം ഇറുകെ പിടിച്ച് കർത്താവിന് നിന്നും ആ പാപമോചനം പ്രാപിക്കുന്നു. ആ ആത്മാവ് നമ്മിലുണ്ട്. അതായത് മാനസാന്തരമുണ്ടാക്കുന്ന, റിപ്പൻറ്റൻസ്, അനുതാപമുണ്ടാക്കുന്ന ആത്മാവിനാൽ നാം ദിവസേന അത് ശുദ്ധീകരിക്കപ്പെട്ട് നാം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 2 തിമോഥെയോസ് 2:11 വായിക്കും. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അതായത് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ആ ആത്മാവിൻ്റെ പ്രോംപ്റ്റിങ്സ് അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് പ്രതിഫലമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ബോഡി ഓഫ് ക്രൈസ്റ്റ്, അതായത് കർത്താവിൻ്റെ സഭ, അതായത് പണ്ട് തന്നെ കണ്ടിരുന്ന ആ സഭ, കർത്താവിൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ മർമ്മമായിരുന്ന ആ സഭ ഇപ്പോൾ എവിടെയാണ്? സ്വർഗത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ആ സമയത്ത് ഇവിടെ എന്താണ് നടക്കുന്നത്? മഹോപദ്രവത്തിൻ്റെ സമയമാണ്. 7 വർഷം മഹോപദ്രവം ഉണ്ടാകുകയാണ്. അങ്ങനെ അവരോട് ഇറ്റേണൽ ഗോസ്പൽ, അതായത് നിത്യതയുടെ സുവിശേഷം അവരോട് പ്രസംഗിക്കാനായിട്ട് കർത്താവ് അവിടെയും ആളുകളെ നിയമിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് 2 സാക്ഷികൾ വരും. അവരാ ഇറ്റേണൽ ഗോസ്പൽ അവരോട് പ്രസംഗിക്കും. അനേകർ കർത്താവിൽ വിശ്വസിക്കും. അതുകൂടാതെ തന്നെ ഒരു ദൂതനും സ്വർഗത്തിൽ നിന്ന് ആ സുവിശേഷം പറയുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മെ സ്വർഗത്തെ വിശുദ്ധീകരിച്ചു. അപ്പോൾ ഇനി ഭൂമിയെ വിശുദ്ധീകരിക്കുന്ന സമയമാണ് ഈ 7 വർഷത്തെ മഹോപദ്രവ കാലമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹോപദ്രവ കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? അനേകർ തങ്ങളുടെ മശിഹായെ തിരിച്ചറിയും. യഹൂദൻ അവരുടെ മശിഹായെ തിരിച്ചറിയും. യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത അപ്പോഴുണ്ടാകും. കർത്താവ് ഭൂമിയിലേക്ക് വരും. കർത്താവ് ഭൂമിയിലേക്ക് വന്ന് ഇവിടെ 1000 ആണ്ട് വാഴ്ച, അതായത് ഭൂമിയെ വിശുദ്ധീകരിക്കുന്ന സമയമാണത്. അപ്പം സ്വർഗത്തെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞു, ഇപ്പോൾ ഭൂമിയെ വിശുദ്ധീകരിക്കുന്ന ഈ 2 കാര്യങ്ങൾ, അതായത് ഭൂമിയെ തന്നോട് നിരപ്പിക്കുന്നതും സ്വർഗത്തെ തന്നോട് നിരപ്പിക്കുന്നതും, അതായത് സകല ദുഷ്ടതയും സ്വർഗത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അപ്പം എങ്ങനെയാണ് സ്വർഗത്തിൽ ദുഷ്ടതയുണ്ടായതെന്ന് അതിനെക്കുറിച്ച് വചനം വായിച്ചു. അതുപോലെ തന്നെ ഭൂമിയെയും കർത്താവ് വിശുദ്ധീകരിക്കുന്ന ഒരു സമയമുണ്ട്. അതായത് കർത്താവിൻ്റെ 1000 ആണ്ട് സഹസ്രാബ്ദ വാഴ്ചയെന്ന് പറയും. ആ സമയത്ത് ഭൂമിയെയും തന്നോട് നിരപ്പാക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വായിച്ചത്. എന്താണ് 1-ാമത്തെ വാക്യമായിട്ട് നമ്മൾ വായിച്ചത്? എന്താണ്? അതായത് എഫേസ്യ ലേഖനം 1:10, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥ, അതായത് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണതയിലെ വ്യവസ്ഥ അതാണ്. ഈ ഒരു കാര്യം നമ്മൾ കൂടുതൽ പഠിക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കും, ഇത് ക്രിസ്തുവിൻ്റെ, അതായത് ഈ ബൈബിളിൻ്റെ ഇതിവൃത്തം തന്നെ ഇതാണ്. ഇതിവൃത്തം എന്ന് വെച്ചാൽ പ്രമേയം, അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാതലായ കാര്യം ബൈബിൾ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഭൂമിയെയും, അതായത് ഭൂമിയിലുള്ളതിനെയും സ്വർഗത്തിലുള്ളതിനെയും കർത്താവിനോട് നിരപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്. അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള പരിസമാപ്തി എന്ന് പറയും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, ക്രിസ്തുവിലേക്ക് ആത്മാക്കളെ നേടുക. നമുക്ക് കഴിയുന്ന വിധത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യം, നമ്മളെ ആക്കിയിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ കർത്താവിന് പ്രിയമുള്ളവരായി ജീവിക്കുക. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ ക്രൂശിലേക്ക് അടുത്ത് വരിക, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുക, കർത്താവിനെ സ്നേഹിക്കുക. ഇതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ആ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ നമുക്ക് കർത്താവ് കൃപ തരും.
അതങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെയും കർത്താവിന് വേണ്ടി നേടുന്നത്. ഇത് ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനുവേണ്ടി ശക്തീകരിക്കട്ടെ. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.